എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ. അവളോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയണം, അത്രയല്ലേ ഉള്ളൂ. ഗാഥ, ഒരു കാര്യം വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കൃഷ്ണൻ നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരം ഈ ലോകത്ത് വേറെ ആരും ചെയ്യുന്നതല്ല. ശരിയാണ്, അവളുടെ അമ്മയുടെ ചികിത്സയ്ക്ക് ഞാൻ പണം കൊടുത്തു. പക്ഷേ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങുന്നതിനപ്പുറത്താണ് അവൾ നമുക്ക് വേണ്ടി ചെയ്ത സേവനം. നിനക്കൊരു നല്ല ദാമ്പത്യ ജീവിതം, കളരിക്കൽ കുടുംബത്തിന് ശാപമോക്ഷം. അങ്ങനെ ഒരു പെൺകുട്ടിയെ യാത്രയാക്കുമ്പോ സ്നേഹത്തോടെയും സന്തോഷത്തോടെയാണ് പറഞ്ഞയക്കേണ്ടത്. വേദനിച്ചുകൊണ്ട് ആ കുട്ടി ഇറങ്ങുന്നതെങ്കിലേ അതിന്റെ ബുദ്ധിമുട്ട് നിന്റെ കുടുംബ ജീവിതത്തിൽ തന്നെയായിരിക്കും. ഓ, പോയി പോയി എന്റെ മമ്മി ഏറ്റവും വലിയ അന്ധവിശ്വാസിയായി മാറിയിട്ടുണ്ട്. കൃഷ്ണ ശപിച്ചാലെന്താ ഇവിടെ കാട്ടുതീ ഉണ്ടാവോ? ഇല്ലാത്ത കഴിവുകളൊന്നും അവളുടെ തലയിൽ കെട്ടുവെച്ച് കൊടുക്കരുത് എന്റെ മമ്മി. ആരാന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് അവളോട് ഇറങ്ങി പോവാൻ പറ. സിനി, വിളിക്കേ. ഹലോ സിനി ചേച്ചി. കൃഷ്ണ, മാം പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. കൃഷ്ണയോട് ഇവിടുന്ന് ഇറങ്ങാൻ സമയായി എന്നല്ലേ? നവീന്റെ അച്ഛനും അമ്മയും ഉടനെ എത്തും. അവരെത്തിയാ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിക്കോളാം. പിന്നെ മാഡത്തിനോട് പേടിക്കണ്ടെന്നും പറയേ. എനിക്ക് പേടിയൊന്നുമില്ല കുട്ടി. നീ നിന്റെ വാക്ക് പാലിക്കുമെന്ന് എനിക്കറിയാം. മാഡം, ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാലും ഗാദിയോട് കളരിക്കൽ എല്ലാവരോടും നന്നായി പെരുമാറാൻ പറയണം. ഒരുപാട് സ്നേഹമുള്ളവരാ അവരൊക്കെ. അത് കിട്ടുന്നത് ഒരു പെൺകുട്ടിയുടെ ഭാഗ്യ. അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ വന്നൊന്ന് കാണണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൃഷ്ണ വരില്ലേ? വരും മാഡം. ഞാൻ എന്തായാലും മാഡത്തിനെ കാണാൻ വരും. എങ്കിൽ നേരിട്ട് സംസാരിക്കാം. ഞാൻ വിളിച്ചു, അവള് വരാമെന്നും പറഞ്ഞു. പക്ഷെ അവളെ എങ്ങനെ ഫേസ് ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല.